നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സഖ്യം കൂറ്റൻ ജയം നേടിയ മഹാരാഷ്ട്രയിൽ വോട്ട് യന്ത്രത്തിൽ സംശയവുമായി മഹാവികാസ് അഘാഡി നേതാക്കൾ. ഉദ്ധവ് പക്ഷ ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത്, കോൺഗ്രസ് നേതാവ് വിജയ് വഡേഡിവാർ, ശരത് പവാർ എന്നിവരാണ് സംശയം പ്രകടിപ്പിച്ചത്. സീറ്റ് വിഭജന തർക്കം നിലനിൽക്കുകയും 34 സീറ്റിൽ വിമതരുണ്ടാവുകയും ചെയ്തിട്ടും ബി.ജെ.പി. സഖ്യം കൂറ്റൻ ജയം നേടിയത് സംശയാസ്പദമാണെന്ന് വിജയ് വഡേഡിവാർ പറഞ്ഞു. കോഴയിൽ കുടുങ്ങിയ അദാനി ഗ്രൂപ്പിന് കെനിയയ്ക്കും ബംഗ്ലാദേശിനും പിന്നാലെ ഫ്രാൻസിലും തിരിച്ചടി. ഫ്രാൻസ് ഊർജ മേഖലയിലെ ഭീമനായ ടോട്ടൽ എനർജീസ് അദാനി ഗ്രൂപ്പുമായി കൂടുതൽ സഹകരണത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചു. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലും അവയുടെ അനന്തരഫലം എന്താണെന്നും വ്യക്തത വരും വരെ അവരുമായി പങ്കാളിത്ത വ്യവസ്ഥയിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ കൂടുതൽ പണം മുടക്കില്ലെന്നാണ് അറിയിപ്പ്. വാഹന ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇടനിലക്കാരെ നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇനി മുതൽ ഏജന്റുമാർക്ക് പ്രവേശനമില്ല. വാഹന ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വാഹന ഉടമയ്ക്കോ ഡ്രൈവർക്കോ മാത്രമേ ഇനി മുതൽ പ്രവേശനം അനുവദിക്കൂ. ഡ്രൈവറാണ് പ്രവേശിക്കുന്നതെങ്കിൽ യൂണിഫോമും നിർബന്ധമാക്കി. ഗതാഗത കമ്മീഷണറുടേതാണ് പുതിയ ഉത്തരവ്. കൈക്കൂലിയും അഴിമതിയും ഉൾപ്പെടെ തടയാനാണ് പുതിയ ഉത്തരവ്. ബ്രോയിലർ കോഴികളിലെ ആന്റിബയോട്ടിക് കൃത്രിമ ഹോർമോൺ ഉപയോഗം സംബന്ധിച്ച പ്രചാരണങ്ങൾക്ക് പിന്നാലെ ചിക്കൻ വില കുത്തനെ ഇടിഞ്ഞു. ഇന്നലെ 1 കിലോയ്ക്ക് 58 മുതൽ 60 രൂപയ്ക്കാണ് ഫാമുകളിൽ നിന്ന് ഏജന്റുമാർ കോഴികളെ വാങ്ങിയത്. സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കോഴിക്ക് ആവശ്യക്കാർ കുറയുകയും ഫാമുകളിൽ വലിയ തോതിൽ കോഴികൾ ഉള്ളതും കാരണം ഏജന്റുമാർ പറയുന്ന വിലയ്ക്ക് നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ. ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വൻ ലഹരിവേട്ട. ആൻഡമാനിന് സമീപം മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 5500 കിലോ മെത്താഫെറ്റമീൻ പിടിച്ചെടുത്തു. സംഭവത്തിൽ ബോട്ടിലുണ്ടായിരുന്ന 6 മ്യാൻമാർ സ്വദേശികളെ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണിത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സേവനങ്ങൾ വിപുലീകരിച്ച് റീജിയണൽ ക്യാൻസർ സെന്റർ. സൗജന്യമായി ഭക്ഷണവും മരുന്നുകളും ലഭ്യമാക്കുന്ന സൗജന്യ ഡ്രഗ് ബാങ്ക്, ഫുഡ് ബാങ്ക് എന്നിവ പ്രവർത്തനം തുടങ്ങി. RCCയിൽ ചികിത്സ തേടുന്ന നിർധരരായ രോഗികൾക്ക് സൗജന്യമായി മരുന്നു നൽകുന്ന സൗജന്യ ഡ്രഗ് ബാങ്കിന്റെ വിപുലീകരിച്ച കൗണ്ടർ, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള വിശ്രമ സങ്കേതവും അനുബന്ധ സേവനങ്ങളും ലഭ്യമാക്കുന്ന പേഷ്യന്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത്. കീമോതെറാപ്പി മരുന്നുകൾ, ആന്റിബയോട്ടിക്കുകൾ, ഡിസ്പോസിബിൾസ്, സപ്പോർട്ടീവ് മരുന്നുകൾ എന്നിവ ഈ ഡ്രഗ് ബാങ്കിലൂടെ സൗജന്യമായി വിതരണം ചെയ്യും. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.